നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്ക് ലിനക്സിനകത്ത് അല്ലെങ്കിൽ ഉബുണ്ടുവിനകത്ത് എങ്ങനെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഡിഫോൾട്ടായിട്ട് കുറച്ച് മലയാളം ഫോണ്ടുകൾ വരുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ചുകൂടി ഭംഗിയുള്ള മലയാളം ഫോണ്ടുകൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നത്. ലിനക്സ് സംബന്ധമായ അല്ലെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ സംബന്ധമായ വീഡിയോകൾ ഇനി നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. ഉബുണ്ടു റിലേറ്റഡ് അല്ലെങ്കിൽ ലിനക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച സംശയങ്ങൾ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് സംബന്ധിച്ച വീഡിയോകൾ നമുക്ക് ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ടാസ്ക് ബാറിലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ബാറിൽ ഇവിടെ EN എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ പവർ ബട്ടണും കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് EN എന്ന് പറഞ്ഞ സിമ്പിൾ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മലയാളം സെലക്ട് ചെയ്യാവുന്നതാണ്. മലയാളം എൻഹാൻസ്ഡ് ഇൻസ്ക്രിപ്റ്റ് വിത്ത് റുപ്പി ML എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ അത് മലയാളം ML സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ലിബ്രെ ഓഫീസ് എടുത്തിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ലിബ്രെ ഓഫീസ് തുറക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ നിന്ന് മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഫോണ്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് നോട്ടോ സാൻസ് മലയാളം എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതല്ലാതെ കൂടുതൽ ഫോണ്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിവിടെ ഉണ്ട്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ കുറേയധികം ഫോണ്ടുകളും കൂടെ ലഭ്യമാണ്. ഇൻ കേസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫോണ്ടുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. അതെങ്ങനെയെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ മലയാളം ഇവിടെ നോട്ടോ സെരീഫ് മലയാളം എന്ന് പറയുന്ന ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ മലയാള അക്ഷരങ്ങൾ ദൃശ്യമാവുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷാണ് കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മുടെ കീബോർഡിലെ ഈ ഒരു വിൻഡോസ് ലോഗോയും സ്പേസ് ബാറും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ മലയാളം ഇംഗ്ലീഷ് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ മലയാളം സെലക്ട് ചെയ്തു. ഇനി ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് കാണുക. ഉണ്ടോ, ഇത്തരത്തിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഇൻസ്ക്രിപ്റ്റ് നമ്മുടെ വിൻഡോസിനകത്തേക്ക് ISM ഉപയോഗിക്കുന്ന അതേ ലേഔട്ടിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഇത് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിനകത്ത് കൂടുതൽ മനോഹരമായ ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. നമുക്ക് മലയാളം യൂണിക്കോഡ് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് smc.org.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഈ കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു വെബ്സൈറ്റാണ്. സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു വെബ്സൈറ്റിലേക്ക് എത്തും. ഒരുപാട് മനോഹരമായ ഫോണ്ടുകൾ നമുക്കിവിടെ അഞ്ജലി, ഓൾഡ് ലിപി, ചിലങ്ക, ദ്യുതി, വളരെയധികം മനോഹരമായ കുറേയധികം ഫോണ്ടുകൾ നമുക്കിവിടെ ലഭ്യമാണ്. നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഇപ്പോൾ രചന ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാണ്. രചന ഫോണ്ടിന് താഴെ കിടന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഓപ്പൺ വിത്ത് എന്നുണ്ട്, സേവ് ഫയലുണ്ട്. നമുക്കിവിടെ സേവ് ഫയൽ തന്നെ കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് ഓക്കെ കൊടുക്കുക. നമ്മുടെ ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഡൗൺലോഡായ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതൊരു സിപ്പ് ഫയലിൻ്റെ രൂപത്തിലായിരിക്കും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ടാവുക. ഈ സിപ്പ് ഫയലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സിപ്പ് ഫയലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സിപ്പ് ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് എക്സ്ട്രാക്റ്റ് കൊടുക്കാം. എക്സ്ട്രാക്റ്റ് ടു കൊടുത്തിട്ട് നമുക്ക് അതിവിടെ എക്സ്ട്രാക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫോൾഡർ ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. രചന എന്ന് പറഞ്ഞ ഫോൾഡർ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഫോണ്ടുകൾ ലഭ്യമാവുന്നതാണ്. ഇവിടെ ഈ കാണുന്ന TTF ഫോർമാറ്റിൽ വരുന്ന ഫോണ്ടുകളാണ് നമ്മൾ സാധാരണ ഇതിനകത്ത് ടൈപ്പ് ചെയ്യുന്നത്, ലിബ്രെ ഓഫീസിനകത്ത് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ രചന ബോൾഡ് എന്ന് പറയുന്ന ഒരു TTF ഫോണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം അത് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഓപ്പൺ വിത്ത് ഫോണ്ട് വ്യൂവർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണുന്ന മുകളിൽ കാണുന്ന ഇൻസ്റ്റാൾ ഫോണ്ട് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫോണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിബ്രെ ഓഫീസ് എടുത്ത ശേഷം ഈ ഒരു ഫോണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് രചന ഫോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. 6 ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. രചന ഫോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടൈപ്പ് ചെയ്ത സാധനം ഒന്ന് സെലക്ട് ചെയ്തിട്ട് രചന ഫോണ്ടിലേക്കൊന്ന് മാറ്റി നോക്കാം. അത് എന്താണ് ഇപ്പോൾ ഡിഫറൻസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിൻ്റെ സൈസ് കുറച്ചൊന്ന് വലുതാക്കാം നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട്. ഓക്കെ, സെലക്ട് ചെയ്തു. ഇനി ഞാനിത് രചനയിലേക്ക് മാറ്റുകയാണ്. ഇവിടെ രചന മലയാള ലിപി മാറ്റി കൊടുത്തു. കണ്ടോ, ആ ഒരു ഫോണ്ടിൻ്റെ വ്യത്യാസം കാണുക. അപ്പോൾ ഈ ഒരു smc.org.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്കുള്ള ഫോണ്ടുകൾ ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. നല്ല രീതിക്കുള്ള ഫോണ്ടുകൾ നമുക്ക് ലഭ്യമാണ്.
എല്ലാം തന്നെ സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ വെബ്സൈറ്റാണ്. ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉബുണ്ടു അല്ലെങ്കിൽ ലിനക്സിനകത്ത് ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലിനക്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്